പാനൂരിലെ ജംഇയ്യത്ത് തഅലീമുൽ ഖുർആൻ എന്ന ഈ സ്ഥാപനത്തിൻ്റെ ഇഖ്റ ടോക്ക് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എഫക്റ്റീവ് പേരൻറ്റിങ്, നല്ല രക്ഷാകർത്തം, എങ്ങനെ മക്കളെ നന്നായി വളർത്തിയെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു ചർച്ചയാണ് ഇന്ന് ഇവിടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സൈക്കോളജിസ്റ്റും സിജിയുടെ ട്രെയിനറും നല്ലൊരു അധ്യാപകനും കൂടിയായ വി മുഹമ്മദ് സാറാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പം. എഫക്റ്റീവ് പേരൻറ്റിംഗ് ആണല്ലോ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് മാന്യ പ്രേക്ഷകരോട് എനിക്ക് ഒരു ചെറിയ ഒരു സ്റ്റോറിയാണ് പറയാനുള്ളതെന്ന്. ആ സ്റ്റോറി മറ്റൊന്നുമല്ല, നമ്മുടെ സമദാനി സാഹിബ് പല പ്രാസംഗങ്ങളിലും അദ്ദേഹം സൂചിപ്പിച്ച ഒരു ചെറിയ ഒരു ക്ലിക്കാണ്, ഒരു സ്റ്റോറിയാണ് എൻ്റെ മനസ്സിൽ കയറിയത്. ഓവുപാലം കമ്മിറ്റി പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും എന്ന് പറയാറുണ്ട് കൂടെ. ഈ ഓവുപാലം കമ്മിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ റോഡിൻ്റെ ചില ഭാഗങ്ങളിലായി കാണാം നമുക്ക് 2-3 മുളയൊക്കെ കുഴിച്ചിട്ട് കഴുങ്ങിൻ്റെ പൊളിയൊക്കെ കീറിപ്പരത്തി അതിലൊരു ചൂടിക്കയറ് കൊണ്ട് കെട്ടിക്കൂട്ടി. ഗ്രാമങ്ങളിലും ഇന്ന് ഗ്രാമങ്ങളിൽ അല്ലാത്ത ചില റോഡ് സൈഡിലും കാണാം നമുക്കൊരു ഷെഡ്. അത് വെയിറ്റ് ബസ് സ്റ്റോപ്പാണെന്നും വെയിറ്റിംഗ് ഷെഡാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ യഥാർത്ഥ പേര് ഓവുപാലം കമ്മിറ്റി ഓഫീസാണ്. അഥവാ അതിലെ മെമ്പർമാർ, സെക്രട്ടറിയും പ്രസിഡന്റും മെമ്പർമാരും ആരെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നും നീയൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ലടാ എന്ന് ഉപ്പയും ഉമ്മയും പറയുകയും സ്കൂളിൽ നിന്ന് അധ്യാപകർ നീയൊന്നും പഠിച്ചാൽ ഈ സ്കൂളിൻ്റെ പേര് നീ ചീത്തയാക്കും, അതുകൊണ്ട് നീയൊന്നും ഇവിടെ പഠിക്കേണ്ട, നീയൊന്നും നന്നാവില്ലടാ എന്ന് അധ്യാപകരും പറഞ്ഞ് വീട്ടിൽ നിന്നും കോളേജിൽ നിന്നും അല്ലെങ്കിൽ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും പടിയിറങ്ങിയ ഇവരാണ് ഈ ഓവുപാലം കമ്മിറ്റിയുടെ മെമ്പർമാരായി ഇവിടെ വാഴുന്നത്. ആ ഒരു ഓവുപാലം കമ്മിറ്റിയിലേക്കാണ് മാന്യ പ്രേക്ഷകരെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത്. അഥവാ അതിലെ മെമ്പർമാർ പറയുന്നു, ഇന്ന് എൻ്റെ പോക്കറ്റിൽ അധികം പൈസയില്ല, ഭക്ഷണത്തിന് പൈസയില്ല, മൊബൈലിൽ ബാലൻസ് ഇല്ല, എൻ്റെ മോട്ടോർ സൈക്കിളിൽ പെട്രോൾ ഇല്ല. പ്രസിഡന്റ് പറയുന്നു, നീ എന്തിനു വിഷമിക്കണം, എൻ്റെ ഉപ്പ കഴിഞ്ഞ ആഴ്ച 500 രൂപ എൻ്റെ അടുത്ത് ഉണ്ടടാ, അതിന് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് ബോട്ടിൽ കുപ്പിയുണ്ട്, ഇതേ ഇരിക്കുന്നു, നമുക്കത് അടിക്കാം, നീ ഒട്ടും വിഷമിക്കണ്ട. അങ്ങനെ ഏകദേശം വൈകുന്നേരം സമയമാകുന്നു, 6-7 മണിയാകുന്ന സമയത്ത് അതാ അവിടെ തൊട്ടടുത്ത വീടിൻ്റെ ഗേറ്റിലെ ലൈറ്റ് കത്തുന്നു, സ്ട്രീറ്റ് ലൈറ്റ് ഓൺ ആകുന്നു. ഈ സമയത്ത് സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് ഒരു ഉരുളൻകല്ലെടുത്ത് ആ CFL എറിഞ്ഞുടയ്ക്കുക. അങ്ങനെ അവിടെ ഇരുട്ട് പരക്കണം. അപ്പോഴേ അവർക്ക് ആ മദ്യക്കുപ്പി പലർക്കും പാകം ചെയ്യാനും വിതരണം ചെയ്യാനും സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരാരും കാണാതെ വൈകുന്നേരങ്ങളിൽ 7-8 മണിയാകുന്ന സമയത്ത് ഇവരിതെല്ലാം കുടിച്ച് 8-10-12 മണിയോടെ ഇവർ ഈ കമ്മിറ്റി പിരിയാണ്. അഥവാ പീടികളൊക്കെ കടച്ച് ഓഫീസൊക്കെ അടച്ച് വീട്ടിൽ എല്ലാവരും ചെല്ലുന്ന സമയത്ത്, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഇതാ ഇവൻ 4 കാലിൽ ഒരു പാൻ പരാഗ് വായിലിട്ട് കടിച്ച് ചവച്ച് തുപ്പിക്കൊണ്ട് ഇവൻ നേരെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. വീടിന്റെ ഫ്രണ്ടിലെ ഉമ്മരത്തെ വാതിൽ ഇവൻ ബെല്ലടിക്കില്ല, കാരണം ഉപ്പ വാതിൽ തുറക്കും, അവന്റെ അച്ഛൻ വാതിൽ തുറക്കും, അവൻ പേടിയാണ് അച്ഛനെ. അങ്ങനെ അടുക്കള വാതിൽ ബെല്ലടിക്കുന്ന സമയത്ത് അതാ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്ന ഇവന്റെ സ്വന്തം ഉമ്മ ഭക്ഷണം കഴിക്കാതെ എൻ്റെ മോൻ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് ഭയന്ന് പേടിച്ച് അല്ലെങ്കിൽ സങ്കടപ്പെട്ട് കാത്തിരിക്കുന്ന ഈ ഉമ്മ അടുക്കള വാതിൽ തുറക്കുന്ന സമയത്ത് അതാ ഇവൻ 4 കാലിൽ വന്ന് പറയാ, ഉമ്മ എൻ്റെ തലക്ക് ഭയങ്കര വേദന എന്ന്. പാവം ഇത് വിശ്വസിച്ച ഉമ്മ അവനെ താങ്ങി കൈ രണ്ടും പിടിച്ചുകൊണ്ട് ബെഡിൽ കൊണ്ട് കിടത്തി ഒരല്പം അമൃതാഞ്ജൻ എടുത്ത് പുരട്ടി കൊടുത്തിട്ട് പറയാ, എൻ്റെ മോന് തലവേദന എങ്ങനെ തുടങ്ങിയടാ, നീ ഭക്ഷണം കഴിച്ചില്ലേ എന്ന് പറഞ്ഞൊരു പാത്രത്തിൽ ചോറുമായി വന്ന ഉമ്മയോട് ഇവൻ പറയാ, ഉമ്മ അത് ഞാൻ കഴിച്ചു എന്ന്. കാരണം ഈ മദ്യത്തിന്റെ കൂടെ ഈ ഭക്ഷണവും അവൻ കഴിച്ചിരിക്കുന്നു ഓവുപാലം കമ്മിറ്റിയിൽ വെച്ച്. പാവം ഇത് ഉമ്മ അറിയുന്നില്ല. കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ അവനെ ആ ബെഡിൽ കിടത്തിക്കൊണ്ട് ഉമ്മ പറയാ, നാളെ പുലരുമ്പോ നിന്നെ ഡോക്ടറെ എടുത്തുകൊണ്ട് കാണിക്കടാ, നീ ഇപ്പൊ കിടക്കുക എന്ന് കരഞ്ഞുകൊണ്ട് ഈ ഉമ്മ പറയുമ്പം നോക്കൂ നിങ്ങൾ, എത്ര ക്രൂരതയാണ് ആ സ്വന്തം തള്ളയോട് കാണിക്കുന്നത് ഈ മക്കൾ. പക്ഷേ മക്കൾ ഇത് അറിയുന്നുണ്ടോ ഈ ചെയ്യുന്നതിൻ്റെ വില എത്രയാണെന്ന്, ഈ സ്നേഹത്തിന്റെ വില എത്രയാണെന്ന്? ഇത്തരം മക്കളാണ് ഈ ഓവുപാലം കമ്മിറ്റിയിൽ ഇന്ന് വിലസുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ യുവാക്കളെ ഇതിൽ നിന്ന് ഒന്ന് പിന്തിരിപ്പിക്കാൻ? ഇവർക്ക് എന്താണ് ഈ പാരൻസ് ഇനി കൊടുക്കേണ്ടത്? എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്? താങ്കളോ അതൊന്ന് മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ പോലും നടക്കുന്ന ഒരു സാധാരണ സംഭവത്തിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മുടെ യുവാക്കൾ ഇങ്ങനെ ആയിത്തീർന്നതല്ല.
ഇത് അവരുടെ ചെറുപ്പകാലം അല്ലെങ്കിൽ ബാല്യകാലം മുതലേ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അന്ന് കിട്ടിയ അനുഭവങ്ങളിൽ നിന്നാണ് ഇവർ ഇങ്ങനെ ആയിത്തീർന്നിരിക്കുന്നത്. ഞാൻ മറ്റൊരു പഠനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഇന്ത്യയിലെ വളരെ പ്രസിദ്ധമായ ഒരു ജയിലിൽ 100 കുറ്റവാളികളെ എടുത്തുകൊണ്ടൊരു പഠനം നടത്തുകയുണ്ടായി. 100 കുറ്റവാളികളെന്ന് പറയുമ്പോൾ ഒരു സാധാ പോക്കറ്റടിക്കാരോ ചില്ലറ കള്ളന്മാരോ അല്ല, കൊലപാതകികൾ, ബലാത്സംഗ കേസിൽ ശിക്ഷിക്കപ്പെട്ടവർ തുടങ്ങിയിട്ടുള്ള 100 കൊടും കുറ്റവാളികളെ എടുത്തുകൊണ്ട് ഏതാനും മനഃശാസ്ത്രജ്ഞന്മാരും പത്രപ്രവർത്തകരും ചേർന്ന് അവരോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇതായിരുന്നു: നിങ്ങൾ ഇങ്ങനെ കുറ്റവാളികളായി തീരാൻ കാരണമായത് ആരാണ്? അതിൻ്റെ ഉത്തരം വളരെ കൃത്യമായിരുന്നു. 100 പേരിൽ 5 പേര് പറഞ്ഞത്, 5% ആളുകൾ പറഞ്ഞത് പ്രത്യേകിച്ച് ആരുമല്ല, ഞങ്ങളുടെ സാഹചര്യമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെയാണ് കാരണക്കാരെന്നാണ്. ബാക്കി വരുന്ന 95%-ൽ 15% പ്രതികരിച്ചത് ഞങ്ങളുടെ അധ്യാപകരാണ് ഞങ്ങൾ ഇങ്ങനെ ആയിത്തീരാൻ കാരണമെന്നായിരുന്നു. ഇനി വരുന്ന 80% എന്ന വലിയൊരു വിഭാഗം പറഞ്ഞ ഉത്തരം നിങ്ങൾ ഊഹിക്കുന്നുണ്ടാവും, രക്ഷിതാക്കളായിരുന്നു. നമുക്കറിയാം, ഞാനൊരു രക്ഷിതാവാണ്, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളിൽ പലരും രക്ഷിതാക്കളാണ്. നമ്മളാരും തന്നെ നമ്മുടെ കുട്ടി ഒരു കുറ്റവാളിയാവണമെന്ന് പോയിട്ട് ഒരു പോലീസുകാരൻ്റെ കണ്ണുപോലും പറ്റരുതേ എന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നിട്ടും ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇഫക്റ്റീവ് പാരൻറ്റിങ്, എങ്ങനെ ഒരു നല്ല രക്ഷിതാവാം, അല്ലെങ്കിൽ കുട്ടികളെ സമൂഹത്തിനും അവർക്കും നമുക്കും ഉപകാരപ്പെടുന്ന വളർത്തുന്ന രക്ഷിതാവായിട്ട് എങ്ങനെ മാറാം എന്നുള്ളതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ ഇന്ന് നടന്നു വരികയാണ്. ലോകം മുഴുവൻ ഇത്തരം ട്രെയിനിങ്ങുകൾ നടന്നു വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം, കൂട്ടുകുടുംബമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അണുകുടുംബമായി. ഓരോ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ അച്ഛൻ അമ്മ, ഒരു 1-1.5 കുട്ടി എന്നാണ് ഞങ്ങൾ തമാശ പറയാറുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടി ആകുമ്പോഴേക്ക് തന്നെ ആളുകൾക്ക് ബേജാറാണ്. ഈ കുട്ടിയെ ഇപ്പം എങ്ങനെ വളർത്തി കൊണ്ടുവരണം. പഴയ കാലത്ത് അങ്ങനെ ഒരു ബേജാറ് ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഈ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉമ്മയുടെ ഉമ്മ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉപ്പയുടെ ഉപ്പ ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ മുത്തശ്ശിമാർ മുത്തച്ഛന്മാർ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഇന്ന് സാഹചര്യങ്ങൾ മാറി. ഇന്ന് അച്ഛനും അമ്മയും, കേരളത്തിൽ വന്ന രണ്ടാമത്തെ വലിയൊരു മാറ്റമാണ് സ്ത്രീകൾ കൂടുതലായിട്ട് ജോലിക്ക് പോയി തുടങ്ങി എന്നുള്ളത്. അപ്പോൾ ഈ കുട്ടി വളരുന്ന സാഹചര്യം പഴയതിൽ നിന്നും ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇന്ന് കുട്ടികൾ വളർന്നു വരുമ്പം എങ്ങനെ ആയിത്തീരുന്നു എന്നുള്ളതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിത്തീരുന്നത് അവരുടെ കുട്ടിക്കാലമാണ്. അവരുടെ വളരെ ചെറുപ്പകാലം എന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ജനനം മുതൽ ആദ്യത്തെ 6 വയസ്സ് വരെയുള്ള പ്രായത്തിൽ കുട്ടിക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ്. ഇതിനെ ഞങ്ങൾ തിരക്കഥ, സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. തിരക്കഥ എല്ലാവർക്കും പരിചയമുള്ളതാണ്. സിനിമയിൽ നമ്മളൊരു തിരക്കഥക്കനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ. ആ കുട്ടിയുടെ ജീവിതത്തിലേക്കുള്ള തിരക്കഥ, ബാക്കി കാലം എങ്ങനെ ജീവിച്ച് തീർക്കണം എന്നുള്ളതിന്റെ കുട്ടി അവിടെ വെച്ച് തീരുമാനിക്കുന്നു എന്നാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് തുടങ്ങിയിട്ടുള്ള, അതായത് ബന്ധങ്ങളുടെ മനഃശാസ്ത്രം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന പുതിയ പഠനശാഖകൾ മുന്നോട്ട് വെക്കുന്നത്. അഥവാ ആദ്യത്തെ 6 വർഷത്തിനുള്ളിലാണ് ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഈ കുട്ടി ആരാകണം, എങ്ങനെ വരണം, ഇവരുടെ ആഗ്രഹം എന്താണെന്ന് ഈ പാരന്റ് മനസ്സിലാക്കണം, അതിനനുസരിച്ച് പ്രതികരിക്കണം എന്നർത്ഥം. തീർച്ചയായിട്ടും ഈ ആദ്യത്തെ 6 വർഷത്തില് പാരന്റ് എന്ത് കൊടുക്കുന്നോ എന്നുള്ളതാണ് പിന്നീട് ഈ കുട്ടിയുടെ വളർച്ചയിൽ കുട്ടി കാണിക്കുന്നത്. മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിലൊന്നും ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. പാരന്റിങ്ങിന്റെ അപ്പുറത്തേക്ക് നാളെ നമ്മൾ പ്രായമായിട്ട് ഒരു കസാരയിൽ ചാരിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കുട്ടികളുടെ അടുത്തുനിന്ന് പലതും തിരിച്ചു കിട്ടേണ്ടതുണ്ട്. ഞാനടക്കമുള്ള എല്ലാ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ കുട്ടികളുടെ അടുത്തുനിന്ന് കിട്ടേണ്ട സ്നേഹം, അവരുടെ സാമീപ്യം, അവരുടെ സഹവാസം, അതേപോലെ തന്നെ അവർ നമ്മളുമായിട്ട് സമയം ചെലവഴിക്കണം എന്നുള്ളത്. അപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ, അതൊക്കെ അന്ന് നമുക്ക് തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇതൊക്കെ നമ്മൾ ഇവർക്ക് കൊടുക്കാൻ പറ്റണം. ഇന്ന് മീൻസ് 6 വർഷത്തിനുള്ളിൽ ഈ കുട്ടിയായിരിക്കുന്ന സമയത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം വരും. എൻ്റെ കുട്ടി 6 വയസ്സിൻ്റെ മുകളിലാണെങ്കിൽ പോയല്ലോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് 12 വയസ്സായല്ലോ, 18 വയസ്സായല്ലോ, ഇനി എൻ്റെ കുട്ടിയെ മാറ്റിയെടുക്കാൻ വല്ല വഴിയുണ്ടോ എന്നുള്ളത് ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവുക. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ നഷ്ടപ്പെട്ടത് ഏത് പ്രായത്തിൽ വെച്ച് തിരിച്ചു കൊടുക്കുകയാണെങ്കിലും കുട്ടിക്ക് ഈ സ്ക്രിപ്റ്റ്, തിരക്കഥ മാറ്റാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കുട്ടിക്ക് തിരക്കഥ മാറ്റാൻ പറ്റും. അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരും. എഡിറ്റ് ചെയ്യാം, റീറൈറ്റ് ചെയ്യാം എന്നർത്ഥം. എഡിറ്റ് ചെയ്യാം, റീറൈറ്റ് ചെയ്യാം. ആരുടെ സഹായത്തോടെ? മായ്ക്കാൻ പറ്റാത്ത ഒരു കഥയല്ല ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന് ആരുടെ സഹായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് രക്ഷിതാക്കളുടെ സഹായം, രക്ഷിതാക്കളുടെ ഇടപെടലുകൾ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് അങ്ങോട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല
കാര്യം. അപ്പൊ ഇതിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്നത് ഈ 6 വയസ്സായ ഈ കുട്ടികൾക്ക് ഇന്ന് നമ്മുടെ സാധാരണ ഒരു പാരന്റ് കൊടുക്കുന്നതിലപ്പുറം എന്താണ് ഇനി വേണ്ടത് ഇവർക്ക്? അത് ഏത് ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത് ഈ പാരന്റ്? അപ്പോൾ 2 കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. ഒരു മനുഷ്യന് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ 2 തരം ആവശ്യങ്ങൾ. ഒന്ന് നമ്മൾ ബയോളജിക്കൽ നീഡ്, ശാരീരികമായ കുറെ ആവശ്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് ആർക്ക് ജീവിക്കണമെങ്കിലും അത്യാവശ്യമാണ്. മറ്റൊന്ന് വരുന്നത് മനഃശാസ്ത്രപരമായ ഒരു നീഡ്സ്, ആവശ്യങ്ങൾ സാധിക്കപ്പെടേണ്ടതുണ്ട്. ഒരു സർവേ പറയുന്നത് ലോകത്തുള്ള കുറ്റവാളികളിൽ 99% ഉണ്ടാവുന്നത് മനഃശാസ്ത്രപരമായ ആവശ്യങ്ങൾ നിരാകരിക്കപ്പെടുന്നത് കൊണ്ടാണ്, പ്രത്യേകിച്ചും ആദ്യത്തെ 18 വയസ്സ് കാലഘട്ടത്തിൽ. അപ്പോൾ എന്താണ് ഈ ശാരീരികമായ ആവശ്യം എന്നുള്ളത് നമുക്കറിയാം. കൃത്യമായിട്ട് ഭക്ഷണം വേണം, വസ്ത്രം വേണം, അതേപോലെ തന്നെ വെള്ളം വേണം, താമസിക്കാൻ ഒരു വീട് വേണം. ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് ഇതൊക്കെ ഏറ്റവും നന്നായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പകലന്തിയോളം കഷ്ടപ്പെടുന്നത്, മക്കളെ നന്നായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ. നമ്മൾ ആഗ്രഹിക്കുന്നതും അങ്ങനെയാണ്. മക്കൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല വസ്ത്രം കൊടുക്കണം, അതേപോലെ തന്നെ നല്ലൊരു വീടുണ്ടാക്കണം. ഇത് മാത്രം മതിയോ ജീവിക്കാൻ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ എങ്ങനെയായിത്തീരുന്നു നമ്മളോട്ടേക്ക് എത്തുന്നത്. യഥാർത്ഥത്തിൽ ഈ കുട്ടികൾക്ക് ലഭിക്കേണ്ട സ്നേഹം മാതാപിതാക്കൾ ഇന്ന് കിട്ടുന്നുണ്ടോ? അവരെന്താണ് ആഗ്രഹിക്കുന്നത് സത്യത്തിൽ? കാരണം ഒരു കുട്ടി എന്ന നിലയ്ക്ക് ഇപ്പം ഞാൻ എൻ്റെ പാരൻസിൽ നിന്നും ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയാം. ഇത് ഓരോ മാതാപിതാക്കളും ചിന്തിക്കുകയാണെങ്കിൽ പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ സാധിക്കൂലേ? സാധിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം, എൻ്റെ അടുത്ത് വന്ന ഒരു കേസ് ഷെയർ ചെയ്തുകൊണ്ട് എൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഒരു +1 പഠിക്കുന്ന കുട്ടി 3ാം തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഒരാഴ്ച ഹോസ്പിറ്റലിൽ ഇരുന്നിട്ടാണ് കൗൺസിലിങ്ങിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഒരു രീതി അനുസരിച്ച് കുട്ടിയെ ആദ്യം വിളിച്ചു. വളരെ ചുരുക്കി പറയാണ്, കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞത്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, എന്നെ ആർക്കും വേണ്ട. കൗൺസിലിങ്ങിൻ്റെ 2ാമത്തെ സ്റ്റെപ്പ് അനുസരിച്ച് കുട്ടിയുടെ പിതാവിനെ ഞാൻ വിളിച്ചു. പിതാവ് ബാങ്കിൽ ഒരു മാനേജറാണ്, നല്ല ശമ്പളമുള്ള ആളാണ്, ഈ ഒരൊറ്റ കുട്ടിയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തോട് ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചപ്പോൾ, മകൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞതെന്ന് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം, കുറച്ച് സമയത്തേക്ക് അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടിയില്ല. പിന്നെ പറഞ്ഞു, ഞാൻ വലിയൊരു ഉദ്യോഗസ്ഥനാണ്, എനിക്ക് നന്നായിട്ട് ശമ്പളം കിട്ടുന്നുണ്ട്, എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന ഈ ശമ്പളം ഞാൻ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. ഞാൻ 1-ാം തീയതി കഴിഞ്ഞാൽ ഉടനെ നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്നത് ഇതെൻ്റെ ഭാര്യയുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഉടനെ ബാങ്കിൽ നിക്ഷേപിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ മക്കളെ പഠിപ്പിക്കണം, എന്നിട്ട് അവളെ ഡോക്ടറാക്കണം, ഒരു MD ഡോക്ടറാക്കണം, എന്നിട്ട് ഈ സിറ്റിയിൽ വലിയൊരു ഹോസ്പിറ്റൽ പണിത് കൊടുത്തിട്ട് അത് അവളുടെ പേരിലാക്കിയിട്ട് അവളുടെ നിലയും വിലയും അനുസരിച്ച് അവളെ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞേക്കണം. എന്നിട്ടും എനിക്ക് അവളോട് സ്നേഹമില്ല എന്ന് പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞോട്ടെ. അത് അമ്മയെ വിളിച്ചു. അമ്മ കോഴിക്കോട് സിറ്റിയിൽ തന്നെ ഒരു +2 സ്കൂളിൽ അധ്യാപികയാണ്. അവരോട് ഈ കാര്യം പറഞ്ഞപ്പം അവർക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ഞാൻ എൻ്റെ മകളെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത്. അവരുടെ സാരി കാണിച്ചു തന്നുകൊണ്ടാണ് പ്രതികരിച്ചത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു സാരി ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ 2 കല്യാണത്തിന് അല്ലെങ്കിൽ 4 കല്യാണം വരെ ഉടുക്കാം. അതിലധികം അതേ സാരി ഉടുക്കുന്നത് സഹിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ ഇവർ പറഞ്ഞ ഈ സാരിക്ക് ഒരു കൊല്ലത്തെ പഴക്കമുണ്ട്. എനിക്ക് കിട്ടുന്ന ശമ്പളം മുഴുവൻ എൻ്റെ ഭർത്താവിനോട് ഒന്നിച്ച് ഞാൻ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. ഞങ്ങൾക്ക് കൃത്യമായ മകളെക്കുറിച്ച് കൃത്യമായ ചില പദ്ധതികളുണ്ട്. കാരണം ഈ ഒരൊറ്റ മകളുള്ളൂ ഞാൻ. പക്ഷേ ഈ മകൾ പ്രതീക്ഷിച്ചത് ഇതൊന്നുമല്ല. അവിടേക്കാണ് ഞാൻ വരുന്നത്. ഈ മകള് വീണ്ടും ചോദിച്ചപ്പോൾ, ഇപ്പം നിങ്ങൾ ഏകദേശം ഊഹിക്കുന്നുണ്ടാവും, നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കും, മാർക്കറ്റിൽ ഏറ്റവും വില കൂടിയ മൊബൈൽ വേണേൽ വാങ്ങിച്ചു കൊടുക്കും, വാഹനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ ഈ കുട്ടിക്ക് കിട്ടാതെ പോയ ഒന്ന്, അത് സ്നേഹമായിരുന്നു. ഈ സ്നേഹം കുട്ടിക്ക് തോന്നണം. സ്നേഹം എന്ന് പറയുന്നത് കൊടുക്കുന്ന ആൾ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, എൻ്റെ സ്നേഹം ഇവിടെ ഉണ്ട്, എനിക്ക് എൻ്റെ സ്നേഹം പുറത്തെടുത്താൽ എൻ്റെ തലയിൽ കയറും തുടങ്ങിയിട്ടൊക്കെ ചിലപ്പോൾ ഭർത്താക്കന്മാർ പറയാറുണ്ട്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ പറയാറുണ്ട്. കിട്ടുന്ന ആൾക്ക് എപ്പോൾ തോന്നുന്നു എനിക്ക് സ്നേഹം കിട്ടിയിട്ടുണ്ട്, അവിടെ മാറ്റം ഉറപ്പാണ്. ലോകത്ത് ആർക്കെങ്കിലും ആരെങ്കിലും കീഴ്പ്പെടുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സ്നേഹത്തിലൂടെ. ഇപ്പോൾ രക്ഷിതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടോണിക്ക് സ്നേഹമാണ്, ലവാണ്. അത് കിട്ടുന്നു എന്ന് കിട്ടുന്ന ആൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ലവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയാറുള്ള സേ ഇറ്റ് ആൻഡ് ഷോ ഇറ്റ് എന്നാണ്. അത് പറയണം, അത് കിട്ടുന്ന ആൾക്ക് ഫീൽ ചെയ്യണം, അനുഭവപ്പെടണം, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കണം. പക്ഷേ നമ്മുടെ രക്ഷിതാക്കൾ പലപ്പോഴും കുട്ടികളൊരു +2 അല്ലെങ്കിൽ SLC +2 സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പലപ്പോഴും കുട്ടികളോട് സ്നേഹം കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത് തുറന്നു പറയുന്നോ എന്നുള്ളിടത്ത് എൻ്റെ അടുത്ത് വരുന്ന കേസുകൾ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അനുഭവം തിരിച്ചാണ്.
മറ്റൊരു രസകരമായ ഒരു അനുഭവം കൂടി ഞാൻ ഷെയർ ചെയ്യുക. വടകര ഒരു സ്കൂളിൽ +1 പഠിക്കുന്ന സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയ അവസരത്തിൽ കുട്ടികളോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം ഇതാണ്: നിങ്ങളെ രക്ഷിതാക്കളെ എത്ര പേര് ശത്രുക്കളായിട്ട് കാണുന്നുണ്ട്? അവരോട് കണ്ണടച്ച് കൈപൊക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൽ 60 കുട്ടികളുണ്ടായിരുന്ന ക്ലാസ്സിൽ 48 പേരാണ് രക്ഷിതാക്കളെ പ്രധാന ശത്രുക്കളായിട്ട് കാണുന്നത്. കൗമാരപ്രായത്തിലുള്ള ആളുകൾ പ്രതികരിച്ചത്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളിടത്ത് വരുമ്പോൾ നമ്മൾ ചില മനഃശാസ്ത്രപരമായ ആവശ്യങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒന്നാമതായിട്ട് പറയുന്നതാണ് സ്നേഹം അല്ലെങ്കിൽ ലവ് എന്ന് പറയുന്ന ഈ വാക്ക്. അതൊരിക്കലൂടെ ഓർക്കുക, സേ ഇറ്റ് ആൻഡ് ഷോ ഇറ്റ് എന്നാണ്. അപ്പോൾ സൈക്കോളജിസ്റ്റ് വി മുഹമ്മദ് സാറ് പറഞ്ഞത് നമ്മുടെ മക്കളെ സ്നേഹിക്കണമെന്ന്. ഏതൊരു പേരന്റും രക്ഷിതാവും ആഗ്രഹിക്കുന്നതും കൊടുക്കുന്നതും ഇന്ന് അതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ഈ സ്നേഹം? മക്കൾ പ്രതീക്ഷിക്കുന്ന സ്നേഹം എന്താണ് എന്നാണ് ഞാൻ മാന്യപ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത്. ഞാനൊരു കഥയിലൂടെ തന്നെ അത് തുടങ്ങട്ടെ. ബീഹാറിലെ, നമ്മുടെ ഇന്ത്യയിലെ ബീഹാറിലെ ഒരു കൊച്ചു ഗ്രാമം, ഒരു കുട്ടി, ഒരു ആൺകുട്ടി, ആകെ പിറന്ന ഒരു ആൺകുട്ടി, വർഷങ്ങളോളം കാത്തിരിക്കുന്ന ദമ്പതിമാർക്ക് പിറന്ന ഒരു ആൺകുട്ടി. കുട്ടിയെ നന്നായി പഠിപ്പിച്ചു. പക്ഷേ നന്നായി പഠിപ്പിക്കാൻ ഈ കുട്ടിയുടെ പാരന്റ് എന്ന് പറയുന്ന രക്ഷിതാവ് ഉപ്പയ്ക്കുള്ള ജോലി എന്താണെന്നറിയോ? ബീഹാറിന്റെ തെരുവോരങ്ങളിലൂടെ ഉന്തുവണ്ടി വലിക്കുക. ഉന്തുവണ്ടി 50 ഉറുപ്പിക കിട്ടും ഒരു ദിവസത്തേക്ക്. ഈ 50 രൂപ കൊടുന്ന ഒരു ചെറിയ ചൊറ്റക്കുടിൽ, പ്ലാസ്റ്റിക്കിന്റെ സൂപ്പർ വിരിച്ച ഒരു ചൊറ്റക്കുടിൽ ജീവിക്കുന്ന ഈ 50 രൂപ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഇവനെ നന്നായി പഠിപ്പിച്ചു. അവൻ പഠിച്ചു, മിടുക്കനായി. വർഷങ്ങൾ കടന്നുപോയി. IIM-ലും IIT-ലും എൻട്രൻസ് കോച്ചിങ്ങിൽ 2ലും 1-ാം റാങ്ക്. അങ്ങനെ IIM തെരഞ്ഞെടുത്തു. ഇന്ത്യയിലെ ഏറ്റവും ഉന്നത വിജയം കരസ്ഥമാക്കി ഇവൻ അതാ ആ ക്ലാസും പൂർത്തിയാക്കി. അങ്ങനെ പത്രക്കാരെല്ലാം ഓടിക്കൂടി ചോദിച്ചു, മോനെ നിന്റെ ആഗ്രഹം എന്താണ്? ഇവർ പറഞ്ഞു, എനിക്കൊരു ജോലി, മറ്റെന്ത്? ശരി, നിനക്കിതാ ഒരു മൾട്ടിനാഷണൽ കമ്പനി 10 ലക്ഷം രൂപയുടെ ഒരു ഓഫർ വന്നിരിക്കുന്നു. പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഈ ഓഫർ കുട്ടിക്ക് ലഭിച്ചു. വളരെ സന്തോഷം ആ വീട്ടിൽ. അല്ല, ആ ചൊറ്റക്കുടിലിൽ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വളരെ സന്തോഷം. കാരണം 10 ലക്ഷം രൂപ എൻ്റെ മോന് കിട്ടാൻ പോകുന്നു. കോഴ്സ് പൂർത്തിയാക്കി, പഠനമെല്ലാം തീർന്നു. അതാ ആ ഓഫറും കൊണ്ട് മൾട്ടിനാഷണൽ കമ്പനി വന്നു. മോനെ നീ ജോയിൻ ചെയ്യണം, ഇതാ 10 ലക്ഷം രൂപയുടെ നിന്റെ ഓഫർ. മോൻ പറയാ, എനിക്ക് ജോലി വേണ്ട. അതിന് പകരം എന്താ മോനെ? എനിക്ക് എൻ്റെ ഉപ്പയെപ്പോലെ ആകണം. ഉപ്പയ്ക്ക് എന്താണ് മോനെ ജോലി? എൻ്റെ ഉപ്പയ്ക്ക് ഉന്തുവണ്ടി വലിക്കലാണ്, 50 രൂപയാണ്. അതുപോലെ ഒരു ഉന്തുവണ്ടി എനിക്കും വേണം. മോനെ നീ ഇപ്പോഴല്ല അത് പറയേണ്ടത്, നീ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയും. പത്രക്കാരും അവിടെ കൂടിയ ആളുകളൊക്കെ ഇവനെ പിന്തിരിപ്പിക്കാൻ നോക്കി. പക്ഷെ ഇവൻ വാശി പിടിച്ചു, എനിക്കൊരു ഉന്തുവണ്ടി വാങ്ങണം വാങ്ങണം വാങ്ങണം. എന്ത് ചെയ്യും? ഉപ്പയുടെ ബോധം അപ്പം നഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. പാവം ഈ കുട്ടിയും കരഞ്ഞു, എനിക്കൊരു ഉന്തുവണ്ടി വാങ്ങിയാലേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങൂ എന്ന് വാശി കുട്ടിക്കും. കുറച്ച് കഴിയുമ്പോഴാണ് അറിയുന്നത് ഇവനും മാനസികമായി തകർന്നിരിക്കുന്നു. ഈ കുട്ടിയെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ വിധി എഴുതി, സൈക്കോളജിസ്റ്റ് വിധി എഴുതി. എന്ത്? ഇവന് ഉന്തുവണ്ടി വാങ്ങിക്കൊടുത്താലേ ഇനി ഇവന്റെ അസുഖം മാറൂ എന്ന്. അങ്ങനെ ഇവനൊരു ഉന്തുവണ്ടി വാങ്ങിക്കൊടുത്തു. തെരുവോരങ്ങളിലേക്ക് ഇവനും ഇറങ്ങി. ഉപ്പയുടെ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി ആ 50 രൂപ വാങ്ങിച്ച് അവൻ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ 1 മാസം 2 മാസം 3 മാസം കഴിഞ്ഞപ്പം ഈ കുട്ടിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി. 100 കണക്കിന് സുഹൃത്തുക്കളെ വിളിച്ചുകൂട്ടി. അല്ല, 1000 കണക്കിന് നല്ല സുഹൃത്തുക്കളെ കിട്ടി. വിളിച്ചുകൂട്ടി അവരോട് ചോദിക്കുക, ഈ പാവം ഈ ഇർഫാൻ എന്ന് പറയുന്ന ബീഹാറുകാരൻ, നിങ്ങൾക്കൊക്കെ വലിയ വിഷമമില്ലേ? 50 രൂപക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അതെ, IIM പാസ്സായി അവൻ ചോദിക്കുന്ന ചോദ്യമാണിത്. ഏതേ ബുദ്ധിമുട്ടാണ്? 50 രൂപ ജീവിക്കാൻ വയ്യ. എന്നാൽ ഞാനൊരു ഉപാധി പറഞ്ഞു തരട്ടെ. അതെ. അങ്ങനെ അവരെ വിളിച്ചുകൂട്ടി 1000 കണക്കില് വണ്ടിയുടെ ഓണർക്ക് ഒരു ചെറിയ ക്ലാസ് കൊടുക്കുകയാണ് അവിടെ. എന്ത്? മറ്റൊന്നുമല്ല, 50 രൂപയിൽ നിന്ന് 100 രൂപയാക്കാനുള്ള ഒരു മാർഗം. അന്നത്തെ പേപ്പർ, പത്ര ന്യൂസുകളും അതുപോലെ വെള്ളത്തിന്റെ ബോട്ടിലും വഴിയാത്രക്കാർക്ക് കൊടുക്കുക, കച്ചവടം ചെയ്യുക എന്ന്. എങ്ങനെ? അതിനുവേണ്ടി നിങ്ങൾ നാളെ വരുമ്പോൾ പഴയ ഉള്ളിച്ചാക്കായിട്ട് വരണം. ഉള്ളിച്ചാക്ക് ബീഹാറികൾ നന്നായി തിന്നുന്നതാണ് ഉള്ളി. ആ ഉള്ളിയുടെ പഴയ കീറച്ചാക്ക് കൊണ്ടുവരും നിങ്ങൾ. എല്ലാവരും കീറച്ചാക്ക് കൊണ്ടുവന്ന് ആ ഉന്തുവണ്ടിയുടെ താഴെ തുന്നിക്കെട്ടിക്കൂട്ടിയിട്ട് പറയാ, വെള്ളത്തിന്റെ ബോട്ടിൽ ഇവിടെ വെക്കണം, പത്രങ്ങളൊക്കെ ഇവിടെ വെക്കണം. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് യാത്രക്കാരോട് ചോദിക്കും, നിങ്ങൾക്ക് വെള്ളം വേണോ, പേപ്പർ വേണോ എന്ന്. ഇതിന്റെ 50 എനിക്ക്, 50 നിങ്ങൾക്കാണ്. സമ്മതിച്ചു ഉടനെ. അങ്ങനെ തൊട്ട 3-ാമത്തെ മാസം തന്നെ ഇവരുടെ ശമ്പളം, ഡെയിലി വരുമാനം 50-ൽ നിന്ന് 100 രൂപയായി. മിസ്റ്റർ ഇർഫാനും അതുപോലെ 1000 ഗുണിക്കണം 50, അഥവാ 50,000 രൂപ വരുമാനം. ആർക്ക്? ഇർഫാൻ. ഒരു ദിവസം ഇൻറ്റു 50,000 ഇൻറ്റു 30 ലക്ഷക്കണക്കിന് രൂപ വരുമാനം. പ്രോജക്റ്റ് സക്സസ്. ഇതറിഞ്ഞു പല കമ്പനിക്കാരും ഇവിടെ ഇർഫാനുമായി സംബന്ധിച്ച്. അങ്ങനെ ഇർഫാൻ പുതിയൊരു ബുദ്ധി അഡാപ്റ്റ് ചെയ്യണം. അവിടെ
ഒരു മൾട്ടിനാഷണൽ കമ്പനി ചെന്ന് പറയുകയാണ് എൻ്റെ കയ്യിൽ 1000 ഉന്തുവണ്ടികളുണ്ട്, അതൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അവിടെ ഒരു കരാർ ഒപ്പിടുകയാണ്. എന്ത് 300 രൂപ പെർ ഡേ തരണം, അതിൻ്റെ ബോഡി ഞങ്ങൾ തരും, അവിടെ പരസ്യം ചെയ്യണമെന്ന്. പെർ ഡേ 300 റുപ്പീസ്. ഡൽഹിയിലും ബീഹാറിലും ഇത്തരം വണ്ടികൾ ഇറങ്ങി, നല്ല ഡെക്കറേറ്റീവായ വണ്ടികൾ ഇറങ്ങി. അതിൻ്റെ ബോർഡുകളൊക്കെ കമ്പനി സ്പോൺസർ ചെയ്തു. 150 രൂപ ഇർഫാനും 150 രൂപ ഈ പാവപ്പെട്ട 1000 വണ്ടിക്കാർക്കും പെർ ഡേ. അപ്പം ഇർഫാന്റെ ശമ്പളം വരുമാനം 1000 ഇൻറ്റു 150 രൂപ പ്ലസ് നേരത്തെ എന്ന് വെച്ചാൽ ഏകദേശം കോടിക്കണക്കിന് രൂപ മിസ്റ്റർ ഇർഫാന് വരുമാനം. 6 മാസം കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അങ്ങനെ തീർന്നില്ല. ഇതറിഞ്ഞു ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനിക്കാർ ഇർഫാനുമായി ബന്ധപ്പെട്ട് ഈ പ്രോജക്റ്റ് കൽക്കത്തയിലും ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് 10,000 വണ്ടിയിലെ ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്ത് മിസ്റ്റർ ഇർഫാൻ 7.5 കോടി രൂപ ഒരു മാസത്തെ വരുമാനം ഇർഫാന് സമ്പാദിച്ചു. മാത്രവുമല്ല, ഇതറിഞ്ഞു അമേരിക്കയുടെ നമ്മുടെ ഒബാമ. ഈ വിഷയം അറിഞ്ഞ ഒബാമ അതാ ഒരു പ്രതിനിധിനെ അയച്ച് ഈ പ്രോജക്റ്റ് പാവപ്പെട്ട പല രാജ്യക്കാർക്കും ഞങ്ങൾക്ക് സഹായിക്കണം, മൈക്രോസോഫ്റ്റുമായി ബിൽഗേറ്റുമായി സഹകരിച്ചുകൊണ്ട് ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ അതിൻ്റെ കോർഡിനേറ്ററായി മിസ്റ്റർ ഇർഫാൻ അപ്പോയിന്റ് ചെയ്ത ഓർഡറുമായി അമേരിക്കയിൽ നിന്നും ആ കത്ത് വന്നു. നേരെ അതാ മിസ്റ്റർ ഇർഫാൻ ഉപ്പയുമായി നേരെ അമേരിക്കയിലേക്ക്. അവിടെ പോയി വലിയൊരു സദസ്സിൽ ഒരുമിച്ച് കൂട്ടി, പല പത്രങ്ങളും ഒരുമിച്ച് കൂടി ഇവന് വലിയൊരു സ്നേഹോപഹാരം സമ്മാനിക്കുന്ന സമയത്ത് ചോദിക്കുകയാണ്, മോനെ നിന്റെ ഈ പഠനത്തിന്റെ രഹസ്യം എന്താണടാ? നീ മൾട്ടി മില്യണർ ആവാനുള്ള രഹസ്യം എന്താണ്? നിന്നെ ആരാ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പം ഇർഫാന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞുകൊണ്ട് ഉത്തരം പറഞ്ഞത്, എൻ്റെ ഉപ്പയാണ് എന്നെ പഠിപ്പിച്ചതെന്ന്. ഉപ്പ എന്താണ്? ഡോക്ടറാണോ മോനെ? എഞ്ചിനീയർ ആണോ? നിന്നെപ്പോലെ IIM പാസ്സായ ആളാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഉന്തുവണ്ടി വലിക്കുന്ന ഒരു സാധാരണ ഗ്രാമീണ ഒരു ഉപ്പയാണ്, എൻ്റെ ഉമ്മയും ഉപ്പയുമാണ് എന്നോട് കുട്ടി വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഉമ്മയ്ക്കും ഉപ്പാക്കും ഒരു വിദ്യാഭ്യാസമില്ല, അവർ സ്കൂളിലേ പോയിട്ടില്ല. പക്ഷേ ഞാൻ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന എൻ്റെ സ്കൂളിലേക്ക് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് എൻ്റെ ഉപ്പ വന്ന് നോക്കാറുണ്ട്. എൻ്റെ ക്ലാസ് ടീച്ചറോട് ചോദിക്കാറുണ്ട്, എന്ത് എൻ്റെ മോന് നന്നായി പഠിക്കുന്നില്ലേ ടീച്ചറെ, എൻ്റെ മോൻ നല്ല കുട്ടിയല്ലേ ടീച്ചറെ എന്ന് ചോദിക്കുന്നത് ഞാൻ ജനവാതിലിൻ്റെ അകത്തൂടെ എന്നും ഞാൻ കാണാറുണ്ട്. എനിക്കുറപ്പാ എൻ്റെ ഉപ്പ എൻ്റെ കൂടെയുണ്ട്, എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. തീർന്നില്ല, SSLC പഠിക്കുന്ന സമയത്ത് രാത്രി ഉറക്കമൊളിച്ചിരുന്ന് ഞാൻ അങ്ങനെ ആ ഒരു ചിമ്മിണി വിളക്കിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന സമയത്ത് 12 മണിയോളം എൻ്റെ കൂടെ എൻ്റെ ഉമ്മയും ഇരിക്കും. ഉമ്മാക്ക് വായിക്കാനോ എഴുതാനോ പഠിപ്പിക്കാനോ അറിയില്ല, പക്ഷെ എൻ്റെ കൂടെ വന്നിരിക്കും. എന്നിട്ട് എൻ്റെ കണ്ണിൽ ഉറക്കം കാണുമ്പോൾ എൻ്റെ ഉമ്മ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് പറയും, മോനെ ഇത് കുടിക്കടാ, നിനക്ക് ഉറക്ക് വരുന്നില്ലേടാ. എന്നിട്ട് പറയും എൻ്റെ ഉമ്മ, ഞാനിത് കുടിച്ചോളാം, ഉമ്മ പോയി കിടന്നുറങ്ങും എന്ന് പറയുമ്പം ഉമ്മ നേരെ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് കെട്ടിക്കൂട്ടി പിടിച്ചുകൊണ്ട് എൻ്റെ കവിളത്തൊരു ഉമ്മ വെച്ചുകൊണ്ടാണ് ഉമ്മയുടെ കട്ടിലിലേക്ക് പോകാറുള്ളത്. ആ സ്നേഹം, ആ ചുട് കിസ്, ആ ചുട് ചുംബനം ഇന്നും എൻ്റെ നെറ്റിയിൽ നിന്ന് മാഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ. എൻ്റെ ഉമ്മ എന്നെ സ്നേഹിച്ചത് ഇങ്ങനെയായിരുന്നു എന്ന് മിസ്റ്റർ ഇർഫാൻ അമേരിക്കയിൽ ആ വലിയ സദസ്സിനോട് പറയുമ്പോൾ ജനങ്ങൾ വിങ്ങിപ്പൊട്ടിയത്രേ. ഇവിടെയാണ് സ്നേഹം. ഇത് കൊടുക്കാൻ ഓരോ രക്ഷിതാക്കൾക്കും സാധിക്കണമെന്നാണ് ഈ ചർച്ചയിലൂടെ നമ്മൾക്ക് ഉൾത്തിരിഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെ കൊടുക്കും ഇത്തരം സ്നേഹങ്ങൾ. ഇത് എങ്ങനെ ഒരു രക്ഷിതാവിന് മക്കൾക്ക് കൊടുക്കാൻ സാധിക്കും, ഈ മക്കൾക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് കുറച്ചും കൂടി ചർച്ച ചെയ്ത് നോക്കാം. സ്നേഹം നമുക്ക് എങ്ങനെ കൊടുക്കണം എന്നുള്ളിടത്താണ് നമ്മൾ നേരത്തെ നിർത്തിയത്. ഇപ്പൊ കേട്ട മനോഹരമായ കഥ അവിടെ വെച്ചാണ് അവസാനിച്ചത്. സ്നേഹം കൊടുക്കേണ്ടതുണ്ട്, കൊടുക്കുന്ന ആൾക്ക് അത് കിട്ടി എന്ന് തോന്നേണ്ടതുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു. ഇനി എങ്ങനെ കൊടുക്കണം? ഒന്നാമതായിട്ട് അത് പറയണം. നമ്മളെ മക്കളോട് പറയാൻ പറ്റണം, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു, ഒന്നൊന്ന് ചേർത്ത് പിടിച്ചിട്ട്. നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അവൻ്റെ മൂർദാവിൽ അല്ലെങ്കിൽ അവളുടെ മൂർദാവിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ അവിടെ ഏത് തരത്തിൽപ്പെട്ട മാജിക് വേണമെങ്കിലും സംഭവിക്കുക നമുക്ക് സാധിക്കും. കാരണം സ്നേഹം എന്ന് പറയുമ്പോൾ സ്നേഹം കിട്ടി എന്ന് തോന്നുമ്പോൾ നമ്മൾ സ്വാധീനിക്കപ്പെടും. നമുക്കൊക്കെ അനുഭവം ഉള്ളതാണ്. ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ നമ്മൾ വേദനിപ്പിക്കില്ല, ഇഷ്ടപ്പെട്ട ഒരാളെ അവർ വേദനിക്കുമ്പോൾ നമുക്ക് വേദനിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ നമ്മളെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കുക. അപ്പോൾ നമ്മൾ വേദനിച്ചാൽ അവർക്ക് വേദനിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വേദനിപ്പിക്കില്ല. അതിനുവേണ്ടി +1 ശരി, ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിയായാലും ശരി, ദിവസത്തിൽ സമയം കിട്ടുന്ന എപ്പോഴെങ്കിലും ഒന്ന് ചേർത്ത് പിടിക്കണം. എന്നിട്ട് അവൻ്റെ മൂർദാവിലൊരു ഉമ്മ കൊടുക്കണം. 4 ആൾ കാണാൻ ഇത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വല്ലാത്ത ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇത് മറ്റുള്ളവർ കാണണം, മറ്റുള്ളവർക്ക് മാതൃകയാവണം. എൻ്റെ ഉമ്മക്ക് എൻ്റെ ഉപ്പക്ക് എന്നെ ഇത്രമാത്രം ഇഷ്ടമാണെന്ന് കൂട്ടുകാർ കാണുമ്പോൾ ഉണ്ടാവുന്നൊരു സെൽഫ് എസ്റ്റീം ഉണ്ട്. സ്വയം ഞാൻ ചിലതൊക്കെയാണ്
ഈ വീട്ടിൽ ഞാൻ ചിലതൊക്കെയാണ് എന്ന് തോന്നുമ്പോൾ ഉണ്ടാവുന്ന ഒരു വളർച്ച. ചെറിയ കുട്ടിനെ ഉമ്മ വെക്കാൻ ഇന്ന് എല്ലാവരും തയ്യാറാണ്. പക്ഷെ ഒരു ഒത്തിരി പ്രായമാകുമ്പം 10, 15, 20 വയസ്സാകുമ്പം അതിനാരും ഉമ്മ വെച്ച് കാണുന്നില്ല. ഇവിടെയാണ് പരാജയപ്പെടുന്നത് പാരന്റിങ്ങിൽ, അല്ലേ? ഇതവിടെയാണ്